സോ പോപ്പുലേഷൻ്റെ നാലാമത്തെ ആട്രിബ്യൂട്ട് അഥവാ ഗുണവിശേഷമാണ് പോപ്പുലേഷൻ സൈസ്. സോ പോപ്പുലേഷൻ സൈസ് എന്താണെന്ന് നോക്കാം. ഒരു പോപ്പുലേഷൻ സൈസ് എന്ന് പറയുന്നത് നമുക്ക് അവിടുത്തെ ആ ഹാബിറ്ററ്റിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് കാണിച്ചിരുന്നു. സോ പോപ്പുലേഷൻ സൈസ് ടെൽസ് us the status in the habitat. സോ ആ ഹാബിറ്ററ്റിലെ സ്റ്റാറ്റസ് എന്താണ് എന്ന് നമുക്ക് ഒരു പോപ്പുലേഷൻ സൈസ് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. സോ പോപ്പുലേഷൻ സൈസ് എന്ന് പറയുന്നത് എന്താണ്? ജീവിഗണ സാന്ദ്രത. പോപ്പുലേഷൻ സൈസ് എന്ന് പറഞ്ഞാൽ ജീവിഗണ സാന്ദ്രത. സോ പോപ്പുലേഷൻ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഹാബിറ്ററ്റിലെ സ്റ്റാറ്റസ് ആണ് കാണിച്ചു തരുന്നത്. സോ പോപ്പുലേഷൻ സൈസ് എന്ന് പറഞ്ഞാൽ ടെൽസ് us സ്റ്റാറ്റസ് ഇൻ ദ ഹാബിറ്ററ്റ്. ഒരു ഹാബിറ്ററ്റിൽ എന്ത് തരത്തിലുള്ള സ്റ്റാറ്റസ് ആണ് എന്ന് കാണിച്ചു തരുന്നത് എന്താണ്? പോപ്പുലേഷൻ സൈസ്. സോ ഇറ്റ് ഈസ് ആൻ ഔട്ട്കം ഓഫ്, ഈ പോപ്പുലേഷൻ സൈസ് എന്ന് പറയുന്നത് ഒരു ഔട്ട്കം ആണ്. എന്തിൻ്റെയൊക്കെ ഔട്ട്കം ആണ് പോപ്പുലേഷൻ സൈസ് എന്ന് പറയുന്നത്? പോപ്പുലേഷൻ സൈസ് എന്ന് പറയുന്നത് ഔട്ട്കം ഓഫ് കോമ്പറ്റീഷൻ വിത്ത് അനദർ സ്പീഷീസ്. ഒരു സ്പീഷീസും മറ്റൊരു സ്പീഷീസും തമ്മിലുള്ള കോമ്പറ്റീഷനിൽ നിന്ന് എന്ത് ഔട്ട്കം ആണോ ഉണ്ടാവണേ അതാണ് ഒരു പോപ്പുലേഷൻ സൈസ്. ആ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഇമ്പാക്റ്റ് ഓഫ് എ പ്രിഡേറ്റർ ആവാം, ഒരു പ്രിഡേറ്ററിൻ്റെ ഇമ്പാക്റ്റ് ആവാം, അല്ലെങ്കിൽ പെസ്റ്റിസൈഡ് ആപ്ലിക്കേഷൻ വഴിയാവാം. സോ പെസ്റ്റിസൈഡ് ആപ്ലിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ പ്രിഡേറ്ററിൻ്റെ ഇമ്പാക്റ്റ് വഴിയോ ഉണ്ടാകുന്ന ഒരു കോമ്പറ്റീഷൻ. സോ കോമ്പറ്റീഷൻ വിത്ത് അനദർ സ്പീഷീസ്. സോ പ്രിഡേറ്ററിൽ നിന്ന് സർവൈവ് ചെയ്യുന്ന അല്ലെങ്കിൽ പെസ്റ്റിസൈഡ് ആപ്ലിക്കേഷനിലൂടെ അതിൽ നിന്ന് സർവൈവ് ചെയ്യുന്ന ഒരു പോപ്പുലേഷൻ സൈസ് നമുക്ക് കാണാൻ പറ്റും. സോ പോപ്പുലേഷൻ സൈസ് നമുക്ക് ഒരു ഹാബിറ്ററ്റിൽ ഏത് തരത്തിലുള്ള സ്റ്റാറ്റസ് ആണ് എന്ന് നമുക്ക് കാണിച്ചു തരുന്നു. അവിടെ ആ പോപ്പുലേഷനിൽ ആ സൈസ് നമുക്ക് എങ്ങനെ മനസ്സിലാവും? അവിടുത്തെ കോമ്പറ്റീഷൻ. ആ പോപ്പുലേഷൻ സൈസ് എന്ന് പറയുന്നത് ഒരു ഔട്ട്കം ആണ്. ഏത് പോപ്പുലേഷൻ സൈസ്, എത്രത്തോളം നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ആ പോപ്പുലേഷനിൽ ഉണ്ട് എന്ന് കാണിക്കുന്നത് അവിടെ ദ കോമ്പറ്റീഷൻ വിത്ത് അനദർ സ്പീഷീസ്. അവിടെയുള്ള ഇൻഡിവിജ്വൽസ് മറ്റ് ഇൻഡിവിജ്വൽസുമായി കോമ്പറ്റീറ്റ് ചെയ്തുകൊണ്ട് അതൊരു പ്രിഡേറ്റർ ഫോമിലോ അല്ലെങ്കിൽ പെസ്റ്റിസൈഡിൻ്റെ ആപ്ലിക്കേഷൻ മൂലമോ അതിൽ നിന്നൊക്കെ സർവൈവ് ചെയ്ത് വന്നിട്ട് എത്രത്തോളം നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ആ പോപ്പുലേഷനിൽ ഉണ്ടാകുന്നു അതാണ് പോപ്പുലേഷൻ സൈസ് എന്ന് പറയുന്നത്. സോ ആ ഹാബിറ്ററ്റിൽ ഏത് തരത്തിലുള്ള സ്റ്റാറ്റസ് ആണ് ഉള്ളത് എന്ന് നമുക്ക് പോപ്പുലേഷൻ സൈസ് നോക്കിയാൽ മനസ്സിലാവും. സോ ഒരു പോപ്പുലേഷൻ സൈസ് എന്ന് പറയുന്നത് അവിടെയുള്ള കോമ്പറ്റീഷനിൽ നിന്നും അല്ലെങ്കിൽ അവിടുത്തെ പ്രിഡേറ്ററുകളിൽ നിന്നും അല്ലെങ്കിൽ അവിടുത്തെ പെസ്റ്റിസൈഡ് ആപ്ലിക്കേഷനിൽ നിന്നൊക്കെ സർവൈവ് ചെയ്ത് വന്ന നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ആണ് ഒരു പോപ്പുലേഷൻ സൈസ് എന്നുകൊണ്ട് നമുക്ക് കാണിച്ചിരുന്നത്. അതിൻ്റെയൊക്കെ ഒരു ഔട്ട്കം ആണ് പോപ്പുലേഷൻ സൈസ്. ഇതുവഴി നമുക്കൊരു ഹാബിറ്ററ്റിൽ ഏത് തരത്തിലുള്ള സ്റ്റാറ്റസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഇറ്റ് ടെൽസ് us സ്റ്റാറ്റസ് ഇൻ ദ ഹാബിറ്ററ്റ് എന്ന് പറയുന്നത്. സോ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ചേഞ്ച് ഇൻ പോപ്പുലേഷൻ സൈസ് കാണിക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഒരു നിലവിലുള്ള പോപ്പുലേഷനിൽ നിന്ന് എത്രമാത്രം ചേഞ്ച് ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. അതൊരു പക്ഷേ വളരെ കുറവായിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് കൂടുതലായിരിക്കാം. ഫോർ എക്സാമ്പിൾ ലെസ് ദാൻ 10 ആയിരിക്കാം ഒരു പോപ്പുലേഷൻ സൈസ്. ഫോർ എക്സാമ്പിൾ ഇൻ ദ കേസ് ഓഫ് സൈബീരിയൻ ക്രെയിൻസ് അറ്റ് ഭരത്പൂർ വെറ്റ്ലാൻഡ്. ഈ സൈബീരിയൻ ക്രെയിൻസ്, ഭരത്പൂർ വെറ്റ്ലാൻഡിൽ കാണപ്പെടുന്ന സൈബീരിയൻ ക്രെയിനുകൾ, ഭരത്പൂർ വെറ്റ്ലാൻഡിൽ കാണപ്പെടുന്ന സൈബീരിയൻ ക്രെയിനിൻ്റെ പോപ്പുലേഷൻ സൈസ് എന്ന് പറയുന്നത് വളരെ കുറവ്, ലെസ് ദാൻ 10 ആയിരിക്കാം. അതേസമയം ഒരുപാട് മില്യൺസ് വരെ പോകാം. ഏത് കേസിലാണെങ്കിൽ ക്ലെമൈഡോമോണാസ് ഇൻ പോണ്ട്, ഒരു പോണ്ടിലെ ക്ലെമൈഡോമോണാസ് ആണെങ്കിൽ അത് മില്യൺസ് ഓഫ് പോപ്പുലേഷൻ സൈസ് പോകാം. ഇതൊക്കെ ഒരു പോപ്പുലേഷൻ സൈസിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. ഒരു പക്ഷേ ലെസ് ദാൻ 10 പോലെ സൈബീരിയൻ ക്രെയിൻസ് ഭരത്പൂർ വെറ്റ്ലാൻഡ് ആയിരിക്കാം വളരെ കുറവ്, അല്ലെങ്കിൽ വളരെ എക്സ്ട്രീമായിട്ട് മില്യൺസ് ഓഫ് പോപ്പുലേഷൻ സൈസ് കാണിക്കാം. ഏതിൻ്റെ കേസിൽ ക്ലെമൈഡോമോണാസ് ഇൻ പോണ്ട്. സോ ഇവിടെയൊക്കെ ചേഞ്ച് ഇൻ പോപ്പുലേഷൻ സൈസാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരുപക്ഷെ വളരെ കുറവും ഒരുപക്ഷെ വളരെ കൂടുതലുമായിട്ടുള്ള പോപ്പുലേഷൻ സൈസ്. സോ ഓരോ പോപ്പുലേഷനും നമുക്ക് എന്താ കാണിക്കുന്നത്? ആ ഹാബിറ്ററ്റിലെ സ്റ്റാറ്റസ് ആണ് കാണിച്ചു തരുന്നത്. സോ പോപ്പുലേഷൻ ഡെൻസിറ്റി. സോ പോപ്പുലേഷൻ ഡെൻസിറ്റിനെ ഈ പോപ്പുലേഷൻ സൈസിനെ നമ്മൾ ടെക്നിക്കലി റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഇറ്റ് ഈസ് ഡെസിഗ്നേറ്റഡ് ആസ് ക്യാപിറ്റൽ ലെറ്റർ N. സോ പോപ്പുലേഷൻ സൈസിനെ ടെക്നിക്കലി നമ്മൾ പറയുമ്പോൾ എന്താണ്? പോപ്പുലേഷൻ ഡെൻസിറ്റി അഥവാ N. എന്താണ് അപ്പോൾ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ? അതിന് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് പ്രസൻറ്റ് പെർ യൂണിറ്റ് ഏരിയ.
ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്, എത്രത്തോളം ഇൻഡിവിജ്വൽസ് അവിടെ ഉണ്ട്, എവിടെ, പെർ യൂണിറ്റ് ഏരിയ അല്ലെങ്കിൽ വോളിയം അറ്റ് എ ഗിവൺ ടൈം. ആ ഒരു പെർട്ടിക്കുലർ വോള്യത്തിൽ അല്ലെങ്കിൽ ആ ഗിവൺ ടൈമിൽ ആ പെർ യൂണിറ്റ് ഏരിയയിൽ എത്രത്തോളം നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഉണ്ട്, ഏതാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ജീവിഗണ സാന്ദ്രത, പോപ്പുലേഷൻ സൈസ് അഥവാ പോപ്പുലേഷൻ ഡെൻസിറ്റി. എന്താണ് പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ജീവിഗണ സാന്ദ്രത അഥവാ ക്യാപിറ്റൽ ലെറ്റർ എൻ. സോ എത്രത്തോളം നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഉണ്ടോ എവിടെ, ഒരു യൂണിറ്റ് ഏരിയയിൽ, അതായത് ഒരു ഗിവൺ ടൈമിൽ, ഒരു പെർട്ടിക്കുലർ ടൈമിൽ എത്രത്തോളം നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് ഏരിയയിൽ ഉണ്ടോ അതിനെയാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി 50 കോക്കനട്ട് ട്രീസ് പെർ ഹെക്ടർ. ഒരു ഹെക്ടറിൽ എത്ര കോക്കനട്ട് ട്രീസ്, സോ ഇത്ര കോക്കനട്ട് ട്രീ ഉണ്ടെന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി. സോ ഒരു ഹെക്ടറിൽ എത്ര കോക്കനട്ട് ട്രീ ഉണ്ട്, സോ 50 കോക്കനട്ട് ട്രീ പെർ ഹെക്ടർ, അതാണ് അതിൻ്റെ ആ കോക്കനട്ട് ട്രീയുടെ നമ്മൾ അവിടെയുള്ള ആ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് അതാണ് 50 കോക്കനട്ട് ട്രീസ് ഇൻ പെർ യൂണിറ്റ് ഏരിയ അറ്റ് എ ഗിവൺ ടൈം, അതാണ് ഹെക്ടർ. ഒരു എത്ര ഏരിയയിലാണ്, ആ ഒരു ഹെക്ടറിൽ എത്ര നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഉണ്ട്. ഇവിടെ എത്ര നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് പറഞ്ഞാൽ 50 കോക്കനട്ട് ട്രീ പെർ ഹെക്ടർ. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 70 ഇൻഡിവിജ്വൽസ് ഓഫ് ഗ്രാസ്. സോ ഗ്രാസിൻ്റെ 70 നമ്പർ, ഒരു എക്സാമ്പിളാണ് അതിൻ്റെ സൈനോഡോൺ. പെർ സ്ക്വയർ മീറ്റർ, ഒരു സ്ക്വയർ മീറ്ററിൽ എത്ര നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഉണ്ട്, അതാണ് സ്ക്വയർ മീറ്റർ ഉദ്ദേശിക്കുന്നത് പെർ യൂണിറ്റ് ഏരിയ. സോ സ്ക്വയർ മീറ്ററിൽ 70 ഇൻഡിവിജ്വൽസ് ഓഫ് ഗ്രാസ് ഉണ്ടെങ്കിൽ അതാണ് അവിടുത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റി. ആ ഗ്രാസിൻ്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് 70 ഇൻഡിവിജ്വൽസ് ഓഫ് ഗ്രാസ് പെർ സ്ക്വയർ മീറ്റർ. സോ എങ്ങനെയാണ് പോപ്പുലേഷൻ ഡെൻസിറ്റീനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ പോപ്പുലേഷൻ സൈസിനെ ടെക്നിക്കലി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, പോപ്പുലേഷൻ ഡെൻസിറ്റി അഥവാ എൻ. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഒരു പെർട്ടിക്കുലർ ഗിവൺ ടൈമിൽ എത്രത്തോളം കാണപ്പെടുന്നു, അതിനെയാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത്. സോ പോപ്പുലേഷൻ സൈസ് അഥവാ ഡെൻസിറ്റി എന്ന് പറയുന്നത് ആ ഹാബിറ്ററ്റിലെ സ്റ്റാറ്റസ് ആണ് നമുക്ക് കാണിച്ചു തരുന്നത്.